ഹാരിസ് ഫ്രോം സെഹരിഷ് വണ്ടർ വേൾഡ്. അപ്പോൾ ഇന്ന് നിൽക്കുന്നത് ചെറായി ബീച്ചിൻ്റെ മുമ്പിലാണ്. ചെറായി ബീച്ചാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ചെറായി ബീച്ചിൻ്റെ മുമ്പിലാണ് ഇന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ചെറായി ബീച്ച് കാണാനല്ല വന്നത്. ഇന്ന് നമ്മുടെ ചെറായി ബീച്ചിൽ അവിടെ ഓപ്പോസിറ്റ് ആയിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, ബേബി സ്രാങ്കിൻ്റെ കട എന്ന് പറഞ്ഞിട്ട്. അവിടെ നല്ല ഒച്ചയും ബഹളമൊക്കെ ഉണ്ട്. അപ്പോൾ ബേബി സ്രാങ്കിൻ്റെ കട എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടത്തേക്കുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ നമ്മൾ മുമ്പ് അവിടെ വന്നിട്ടുണ്ട്. മുമ്പ് ഒരു ദിവസം രാത്രി വന്ന് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ചെമ്മീൻ, ഫിഷ്, അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ആ കാഴ്ചകൾ കാണാം. അവിടെ പോയി ഇന്ന് ലഞ്ച് കഴിക്കലാണ് ഇന്നത്തെ വ്ളോഗ്. ഈ കിടക്കുന്ന കാറുകൾ അത്രയും ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാം അവിടുത്തെ തിരക്ക് എന്തായിരിക്കും എന്നുള്ളത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷും ചെമ്മീനും ഞണ്ട്, അതുപോലെ കൂന്തൾ, കക്ക എല്ലാം കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം വന്ന് കഴിച്ചവർ വീണ്ടും വീണ്ടും എന്തായാലും വന്ന് കഴിക്കും കേട്ടോ. പിന്നെ ഇത് ബോട്ട്, ഒരു വള്ളം പോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അവിടെ വേണമെങ്കിൽ ഇരുന്ന് കഴിക്കാം. അവിടെ ഒരു ഫാമിലി ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഇതാണ് അവരുടെ ബോർഡ്, ബേബി സ്രാങ്കിൻ്റെ കട. ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ ഒരു ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ, ഈ ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നേരെ ബീച്ചാണ് വ്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാം. ഇതൊക്കെയാണ് ഇവിടുത്തെ മെനു. ഇത് പഴയ മെനു ആണ്. റേറ്റൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്, ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെനു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പോസൊക്കെ ചെയ്തിട്ട് മെനു ഒക്കെ ഒന്ന് നോക്കി വെച്ചോ. പിന്നെ അതുപോലെ ഫ്രഷാണ്, അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം നമ്മളിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം വന്ന് കഴിക്കണേ, അത്രയും ടേസ്റ്റ് ആയതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും നമ്മൾ വന്ന് കഴിക്കണത്. പിന്നെ അവിടുത്തെ ചേട്ടനൊരു ഹോം സ്റ്റേയും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ അവരും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഇതുപോലെ മേലെ കയറി ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മളിതേ ബീച്ച് വ്യൂ ആയിട്ടിരുന്നിട്ട് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ നല്ല നമ്മൾ ഫിഷ്, അതുപോലെ കരിമീൻ, ചെമ്മീൻ, കക്ക, അങ്ങനത്തെ സാധനങ്ങളും പിന്നെ ഊണൊക്കെ കേട്ടോ പറഞ്ഞത്. ഊണ്, കപ്പ എല്ലാം നല്ല ടേസ്റ്റായിരുന്നു. കുറച്ച് സമയം എടുത്തു ആവാനായിട്ട്. കാരണം ഉച്ചയ്ക്ക് നല്ല തിരക്കുള്ള സമയം നോക്കിയിട്ടാണല്ലോ നമ്മൾ വന്നത്. ഒരു 1:30, 1:30 ആയപ്പോഴാണ് വന്നത്. അപ്പോൾ ഊണിൻ്റെ കൂടെ നമുക്കുള്ളത് മീൻകറി കിട്ടും, അയലയായിരുന്നു. പിന്നെ മോരുകറി ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടാവും. പിന്നെ അതുപോലെ അച്ചാറ്. ഇത്രയൊക്കെയാണ് ഊണിൻ്റെ കൂടെ ഉള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞ കരിമീനായിരുന്നു. നല്ല കരിമീനായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള അടിപൊളി കരിമീനായിരുന്നു. ചെമ്മീനൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റുള്ള ചെമ്മീനും എല്ലാം ഫ്രഷാണ്. കക്കയിറച്ചിയും അതെ. കക്കയിറച്ചി ഇത്രയും ടേസ്റ്റിൽ ഞാൻ എവിടെ നിന്നും കഴിച്ചിട്ടില്ല. കാരണം എപ്പോൾ കക്കയിറച്ചി പറഞ്ഞാലും ഒരു ടേസ്റ്റ് അത്ര തോന്നാറില്ല. പക്ഷേ ഇവിടുത്തെ കക്കയിറച്ചി കിടുവായിരുന്നു. നല്ല സ്പൈസി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ കുറേ ഊഞ്ഞാലും കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറായി ഭാഗത്തൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ റെസ്റ്റോറൻറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ദിസ് ഈസ് യസീദ ഹാരി സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.